ഈയിടെ ആളിക്കത്തിയ ജൻസി പ്രക്ഷോഭങ്ങൾ രാഷ്ട്രീയ അധികാര കസേരകളെ മാത്രമല്ല അന്താരാഷ്ട്ര ബിസിനസ് സാമ്രാജ്യങ്ങളെയും തകർത്തെറിയുകയാണ്. ഈ പ്രക്ഷോഭങ്ങൾ നേപ്പാളിൻ്റെ ആഭ്യന്തര അസമത്വങ്ങളുടെ പ്രതിഫലനമാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ വിദേശ ശക്തികളുടെ സ്വാധീനവും ഹിമാലയൻ മേഖലയിലെ ജിയോ പൊളിറ്റിക്കൽ രാഷ്ട്രീയ തന്ത്രങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര ഭൂമിശാസ്ത്ര രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നേപ്പാളിൻ്റെ സ്ഥാനം നിർണായകമാണ്. ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയിലും ചൈനയുടെ തെക്കൻ മേഖലയിലും സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം ബഫർ സോണിൻ്റെ പങ്ക് വഹിക്കുന്നു. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പദ്ധതികൾ വഴി നേപ്പാളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വൻ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുമുണ്ട്. അതേസമയം ഇന്ത്യ നേപ്പാളിൻ്റെ സാമ്പത്തിക സഹായത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും പ്രധാന പങ്കാളിയാണ്. എന്നാൽ ഈ പ്രക്ഷോഭങ്ങളൊക്കെയും ഈ ബാഹ്യ സ്വാധീനങ്ങളെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. ജൻസി യുവാക്കൾ സാമ്പത്തികവും അസമത്വവും അഴിമതി രാഷ്ട്രീയ അസ്ഥിരതയ്ക്കെതിരെ തെരുവുകൾ കൈയടക്കിയപ്പോൾ പാർലമെൻറ്റ് മന്ദിരവും സുപ്രീം കോടതിയും മാത്രമല്ല അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രതീകങ്ങളായ ബിസിനസ് സ്ഥാപനങ്ങളും ആക്രമണത്തിനിരയായി. ഈ സ്ഥാപനങ്ങൾ പലതും വിദേശ നിക്ഷേപങ്ങളുടെ പ്രതിനിധികളാണ്. അവയുടെ നാശം നേപ്പാളിൻ്റെ ആഗോള സാമ്പത്തിക ബന്ധങ്ങളെയും തകർത്തേക്കാം. പ്രക്ഷോഭത്തിൻ്റെ തീവ്രതയിൽ ഒരു വിഭാഗം പ്രതിഷേധക്കാർ നാശനഷ്ടങ്ങളിലേക്ക് നീങ്ങിയതോടെ ആഗോള ഹോട്ടൽ ശൃംഖലകളായ ഹിൽട്ടൺ, കാഠ്മണ്ഡുവും ഹയാത്ത് റീജൻസിയും ഉൾപ്പെടെയുള്ള പഞ്ചനക്ഷത്ര സ്ഥാപനങ്ങൾ അഗ്നിക്കിരയായി. ഹയാത്ത് റീജൻസി നേപ്പാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധമത കേന്ദ്രമായ ബൗദ്ധനാഥ് സ്തൂപത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാണ്. അതിനാൽ ഇതിൻ്റെ നാശം നേപ്പാളിൻ്റെ ടൂറിസം മേഖലയെ മാത്രമല്ല ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്കിനെയും ബാധിക്കും. ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഓഫീസ് മാനേജർ ഭൂഷൺ റാണെ റോയ്ട്ടേഴ്സിനോട് പറഞ്ഞത് പ്രകാരം പ്രതിഷേധക്കാർ ഹോട്ടലിനെ തകർത്തെറിഞ്ഞെങ്കിലും അതിഥികൾക്കോ ജീവനക്കാർക്കോ പരിക്കേറ്റിട്ടില്ല. എന്നിരുന്നാലും രാഷ്ട്രീയ അസ്വസ്ഥതകൾ കാരണം ഹോട്ടൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇനിയൊരു അറിയിപ്പുണ്ടാവുന്നതുവരെ ഇത് തുറക്കുകയുമില്ല. അതുപോലെ ഹിൽട്ടൺ കാഠ്മണ്ഡു ഒരു പഞ്ചനക്ഷത്ര ഗ്ലാസ് ടവറും കത്തി നശിക്കുകയാണ്. നേപ്പാളിലെ സ്റ്റീൽ നിർമ്മാണ ബിസിനസ്സിലെ പ്രമുഖരായ ശങ്കർ ഗ്രൂപ്പിൻ്റെ പിൻഗാമി ഷാഹിൽ അഗർവാൾ കഴിഞ്ഞ വർഷം തുറന്ന ഈ ഹോട്ടൽ അന്താരാഷ്ട്ര നിക്ഷേപത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഹിൽട്ടൺ വക്താവ് പറഞ്ഞത് പ്രകാരം പ്രതിഷേധത്തിനിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ കാരണം ഹോട്ടൽ അടച്ചുപൂട്ടി. അതിഥികളെയും ജീവനക്കാരെയും സുരക്ഷിതമായി ഒഴിപ്പിച്ചു. ഈ ഹോട്ടൽ ചൈനീസ് അമേരിക്കൻ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിനാൽ ഇതിൻ്റെ നാശം നേപ്പാളിൻ്റെ വിദേശ നിക്ഷേപ ബന്ധങ്ങളെ കൂടുതൽ ചോദ്യം ചെയ്തേക്കാം. മറ്റൊരു പ്രധാന സ്ഥാപനമായ വർണ്ണബാസ് മ്യൂസിയം ഹോട്ടൽ നേപ്പാളി കോൺഗ്രസ് നിയമസഭാ അംഗം രാജേന്ദ്ര ബജ്ഗൈൻ്റെ ഉടമസ്ഥയിലുള്ളതാണ്. ഈ ഹോട്ടലും അഗ്നിക്കിരയായി. ബജ്ഗൈൻ പറഞ്ഞത് പ്രകാരം എല്ലാ അതിഥികളെയും സുരക്ഷിതമായി ഒഴിപ്പിച്ചു. പിന്നീട് അദ്ദേഹം പാർലമെൻറ്റിൽ നിന്ന് രാജിവെക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങളോട് അനുഭാവം കാണിക്കുകയും ചെയ്തു. ഈ പ്രക്ഷോഭങ്ങളുടെയൊക്കെ പിന്നിൽ നേപ്പാളിൻ്റെ ശതകോടീശ്വരന്മാരുടെ കൊട്ടാരങ്ങൾ കൊള്ളയടിക്കപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രതിഷേധങ്ങളുടെ മറവിൽ സാമ്പത്തിക അസമത്വത്തിനെതിരെയുള്ള ജനരോഷം വിദേശ ശക്തികളുടെ താല്പര്യങ്ങളെയും ചോദ്യം ചെയ്യുന്നുണ്ടോ? ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങളിലൊന്നായ നേപ്പാൾ ടൂറിസം അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. ഈ പ്രക്ഷോഭങ്ങൾ ഹോട്ടൽ വ്യവസായത്തെ തകർത്തു. ഏകദേശം 2 ഡസനോളം ഹോട്ടലുകളാണ് നശിക്കപ്പെട്ടത്, കൊള്ളയടിക്കപ്പെട്ടു അല്ലെങ്കിൽ അത് കത്തിക്കപ്പെട്ടു. ഹോട്ടൽ മേഖലയിൽ മാത്രം 25 ബില്യൺ നേപ്പാൾ രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൽ ഹിൽട്ടൺ ഹോട്ടലിന് മാത്രം 8 ബില്യൺ രൂപയിലധികം നാശനഷ്ടങ്ങളുണ്ടായി. ഭൂമിശാസ്ത്ര രാഷ്ട്രീയ ദൃഷ്ടിയിൽ ഈ നാശനഷ്ടങ്ങൾ നേപ്പാളിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മാത്രമല്ല ഹിമാലയൻ മേഖലയിലെ ജിയോ പൊളിറ്റിക്സിനെയും ബാധിക്കും. ചൈനയുടെ BRI പദ്ധതികൾക്ക് തിരിച്ചടിയാകാം. ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയെ ബാധിക്കാം. അതേസമയം നേപ്പാളിനെ നയിക്കാൻ സുശീല കർക്കി പോലുള്ള പുതിയ നേതാക്കൾ മുന്നോട്ട് വരുന്നത് പാർലമെൻറ്റ് വിരിച്ചുവിട്ടതും ഇടക്കാല പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞയും ഒരു പുതിയ രാഷ്ട്രീയ മേഖല തുറന്നു കാട്ടുമോ എന്നതൊരു ചോദ്യമാണ്. പുതിയ പ്രക്ഷോഭങ്ങൾ നേപ്പാളിൻ്റെ ഭാവിയെ മാറ്റിമറിക്കുമോ? ഹിമാലയൻ ജിയോ പൊളിറ്റിക്സിനെ ഒരു പുതിയ അധ്യായത്തിലേക്ക് കൊണ്ടെത്തിക്കുമോ? കണ്ടറിയേണ്ടതുണ്ട്.